Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. രശ്മിയുടെ ഇപ്പൊ എന്താ പ്രോജക്ട് വർക്ക്? ഞാനിപ്പം ലാസ്റ്റ് ചെയ്ത മൂവി എന്ന് പറയുന്ന റിലീസായത് സർവമായ, പിന്നെ ജൂഡിന്റെ മൂവി ചെയ്തു, പിന്നെ സീരിയൽസ് 2 ചെയ്യുന്നുണ്ട്. ബിസി. ഇപ്പൊ എവിടെയാ? സ്റ്റേ ട്രിവാൻഡ്രമാണോ? ഷൂട്ട് എല്ലാം ട്രിവാൻഡ്രത്താണ്. എവിടെ? ട്രിവാൻഡ്രത്ത്. അത് അപ്പൊ അവിടെ ഒരു വീട് എടുക്കാം അല്ലേ? ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. എത്രയായാലും വെരി പ്രഷ്യസ് അല്ലേ സർ? ആക്ച്വലി 2013 വരെ ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നല്ലോ. പിന്നെ അച്ഛൻ്റെ വർക്കും മീറ്റിംഗ്സും എല്ലാം എറണാകുളത്തേക്ക് ആയപ്പോഴും ഞങ്ങൾ മൊത്തത്തിൽ ഷിഫ്റ്റ് ആയതാണ്. നമ്മുടെ കർമ്മം ജോലി ഇപ്പൊ ഞങ്ങള് കൊച്ചിയിലേക്ക് എന്ന് പറയുന്ന പോലെ. അപ്പം അവിടെ ഒരു വീട് അപ്പൊ പൂട്ടിയിട്ടോ? അതീ പറഞ്ഞ ഞാൻ വർക്കിന് പോകുമ്പോൾ മാത്രം നിൽക്കുന്നതാണ്. അപ്പൊ രശ്മിക്ക് 2 സ്ഥലത്തും പണിയുണ്ടെന്ന് ചുരുക്കം. പിള്ളേരിവിടെയാണ്. എന്തോരായി? മൂത്താള് 24 years ആയി, രണ്ടാമത്തെ ആള് 20 വയസ്സ്. എന്നാ അവരുടെ ഇഷ്ടം? മൂത്താള് ജോലി ചെയ്യാണ്, രണ്ടാമത്തവൻ അവർക്ക് ഫിലിമിലേക്ക് വരാനോ? മൂത്താൾക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഇപ്പം ഈ പറയുന്ന പോലെ അഭിനയിച്ചിട്ടുണ്ട് നേരത്തെ. അന്നേരം അപ്പൻ അതിന് വേണ്ടിട്ടൊന്ന് അല്ല, അവനും കൂടി താല്പര്യം വേണം. നമ്മള് തള്ളിക്കൊണ്ടിരുന്ന കാര്യമില്ല. അയാള് മറ്റേ മങ്കിപ്പനിലൊക്കെ മെയിൻ നല്ല ക്യാരക്ടർ ചെയ്ത എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പൻ അഭിപ്രായം പറയാറുണ്ടോ കൊച്ചിനോട്? അഭിപ്രായം പറഞ്ഞു. എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജയസൂര്യയുടെ ചെറുപ്പമായിട്ട് ഹാപ്പി ജേർണി ചെയ്തിട്ടുണ്ട്, ജയസൂര്യയുടെ കുട്ടിക്കാലം ചെയ്തിട്ടുണ്ട്. അത് ശരി. അപ്പൻ എങ്ങനെ ഡയറക്ട് ചെയ്തു? അതൊരു ഭയങ്കര ക്യൂരിയോസിറ്റി കേട്ടോ എനിക്ക്. മകനെ ഡയറക്ട് ചെറുതായിരുന്നല്ലോ, അതെങ്ങനെ പറഞ്ഞു കൊടുത്തു? അതൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ ഒരു ആകാംക്ഷ. അല്ല, കുട്ടിക്കാലമല്ല, അപ്പൊ നമുക്ക് കുറച്ച് ഒരു എത്ര വയസ്സ്? 10 വയസ്സിന് താഴെ ഉള്ളൂ. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഇങ്ങോട്ട് സംശയം ചോദിക്കും. സത്യം, അതിൽ സാറിന് ശരിക്കും രശ്മി ആസ് ആക്ട്രസ് ഇനിയും വളരാനുണ്ട്. ഒരു ആക്ട്രസിനെ വിലയിരുത്താൻ പറഞ്ഞ സാർ എങ്ങനെ പറയും? ഞാന് സത്യം ജാടയിലിരിക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യണ്ട. അല്ല, ജാടയിലൊക്കെ ഇരിക്കും. ഇത് ഇരിക്കുന്ന കാരണം വെച്ചാൽ ഞാൻ ആദ്യത്തെ സിനിമ ശരിക്കും രശ്മി സിനിമയിൽ അഭിനയിക്കുന്നതിന് കല്യാണത്തിന് ശേഷമാണ്. കല്യാണത്തിന് ശേഷമാണ് ഞാനാണ് മനസ്സിനക്കരയുടെ കാസ്റ്റിംഗ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട് പോയി അഭിനയിച്ചു. അപ്പോഴും പോവാതിരിക്കുകയായിരുന്നു. സീരിയൽ കംഫർട്ട് സോൺ രാവിലെ പോയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വരാം. അന്ന് മുതലേ ഞാൻ പറയാറുണ്ട്, രശ്മി നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ ആ ആർട്ടിസ്റ്റിന് വേണ്ട ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും വഴക്കുണ്ടാവാറുണ്ട്. രശ്മി അതൊന്നും ബോധേടല്ല. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഒന്നും അത്യാവശ്യം ഒന്നും സ്വയം തോന്നുമല്ലോ. നമ്മളെ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ബേസിക്കലി ഉള്ളെന്ന് തോന്നണല്ലോ, ഇന്ന കാര്യം ചെയ്യണം, ഇന്നതൊക്കെ തന്നെ. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുണ്ട് നമ്മളൊരു കംഫർട്ട് സോണിൽ എത്തണം. അല്ല, കംഫർട്ട് സോണിന് പുറത്തേക്ക് വരണം എന്നുള്ളതാണ്. ഞാൻ ഇത്രയും നാളും എൻ്റെ കംഫർട്ട് സോണിലാണ് നിന്നുകൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ ഒരു വർക്ക് വരുമ്പം അത് പോകാൻ എളുപ്പമാണോ, പിള്ളേരുടെ എക്സാം ആണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. മേ ബി ആ ഏജ് മാറുന്നതനുസരിച്ചുള്ള ചില റിയലൈസേഷൻ എന്നൊക്കെ പറയില്ലേ. അല്ല, ബേസിക്കലി ഇപ്പൊ രശ്മിക്ക് കോൺഫിഡൻസ് ആയി, പിള്ളേർ വലുതായി, നമ്മൾ അവരുടെ പുറകെ നടക്കേണ്ട എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റും കൂടി. കാര്യം ഇനി പിള്ളേരുടെ വായിന്ന് കേൾക്കും, അമ്മ ഒന്നും മിണ്ടായിരിക്കോ, ഞാൻ എന്റെ കാര്യം ചെയ്തോളാം എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് അവരെ അങ്ങ് വിട്ടുകൊടുക്കാലോ. ഇപ്പൊ നമ്മളൊന്നും വളർന്ന രീതിയിലേ അല്ല ഇപ്പത്തെ പിള്ളേര്.